ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ മറയൂർ മൂന്നാർ ട്രിപ്പ് പോയതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് നേരെ ഞങ്ങൾ മൂന്നാറിലേക്കാണ് പോകുന്നത്. ഏർലി മോർണിംഗ് തന്നെ വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആവുകയാണ് കേട്ടോ. ഞാനും കൂട്ടത്തിൽ റെഡിയാവുന്നുണ്ട്. അപ്പോൾ അപ്പൂനെ റെഡിയാക്കണം. പിന്നീട് ലഗേജൊക്കെ എല്ലാം റെഡിയാക്കി എടുക്കണം. കാര്യം ഇന്ന് ഞങ്ങൾ ഈ റൂം ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു സാധനങ്ങളും മിസ്സാവാനും പാടില്ല. അപ്പോൾ എല്ലാമൊക്കെ റെഡിയാക്കി എടുക്കണം. എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കിലാണ്. ഒരു 7:30-8 മണിക്കെങ്കിലും ഇറങ്ങണം എന്നൊരു രീതിയിലായിരുന്നു പ്ലാൻ. അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് എല്ലാവരും എഴുന്നേറ്റു. ഞാനൊക്കെ രാവിലെ 5:30 ആയപ്പോൾ തന്നെ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നീടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നൈറ്റ് 1-2 മണി വരെ എനിക്ക് ഒട്ടും ഉറക്കം കിട്ടിയില്ല. കാര്യം ഞങ്ങൾ 3 പേര് മാത്രമായിരുന്നില്ല ബെഡിലുണ്ടായിരുന്നത്, പിന്നെയും 2 പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ബെഡിൽ തിങ്ങി ഞെരുങ്ങി കിടന്നാൽ തീരെ ഉറക്കം കിട്ടില്ല. നല്ല ഫ്രീ ആയിട്ടൊക്കെ കിടക്കണം. അപ്പോൾ ഏകദേശം 1-2 മണി വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ പറ്റാണ്ടായപ്പോൾ ഞാൻ നേരി തറയിലിറങ്ങി സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. നല്ല ഉറക്കം ഉണ്ടായിരുന്നു അതിനുശേഷം. അതിന് മുമ്പത്തെ ദിവസവും നമ്മൾ ട്രാവലിംഗ് ആയതുകൊണ്ട് ഉറക്കവും ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് 5:30 തന്നെ കറക്റ്റ് എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ ഒരു ചായയൊക്കെ അടിച്ചിട്ട് വന്നു. അതിന് ശേഷം റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അജിത അവിടെ ഇരുന്ന് ഫോണിൽ എന്തൊക്കെയോ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പവും സൈഡിൽ റെഡിയാവുന്നുണ്ട്. എല്ലാവരും റെഡിയാവുകയാണ്. പിന്നീട് ഞങ്ങൾ ആ ദിവസം ഇട്ട കോസ്റ്റ്യൂം ഇതായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും പ്ലാനിങ് ഒന്നും ആയിരുന്നില്ല, ഞാനും അജിതയും. പക്ഷേ എടുത്തു വന്നപ്പോൾ ഏകദേശം ഒരേ ടൈപ്പ് ഡ്രസ്സായിരുന്നു. സരീഷ് മേച്ചി ഒരു ബ്ലാക്കിൽ ഒരു പിങ്ക് കളർ ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു ടോപ്പാണ് ഇട്ടിരുന്നത്. പിന്നീട് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരുങ്ങിയൊക്കെ റെഡിയായി ഇറങ്ങിയാലേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനും പറ്റത്തുള്ളൂ. ഒരു ടൈം മാനേജ് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റഷ് ആവണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ രാവിലെ തന്നെ ഒക്കെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൂനുണ്ടോ ആ ഹെയർ സ്റ്റൈൽ തന്നെ വേണമെന്ന് ഇവിടുന്ന് പോയപ്പോഴേ പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് പിന്നെ ആ ഒരു ഹെയർ സ്റ്റൈലാണ് കെട്ടി കൊടുത്തത്. പിന്നീട് ഒക്കെ റെഡിയായി, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ. ഞങ്ങൾ 3 പേരാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് റെഡിയായി. ഒക്കെ ലഗേജൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് ഇറങ്ങിയത് ഞങ്ങൾ 3 പേരാണ്. കാര്യം 5:30 തന്നെ എഴുന്നേറ്റുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ആദ്യം ലഗേജൊക്കെ റെഡിയാക്കി റൂമിൽ നിന്ന് ഇറങ്ങിയതും ഞങ്ങളായിരുന്നു. അപ്പൂനാണെങ്കിൽ പിന്നെ അതിനൊന്നും ഒരു മടിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഓളും ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു. രാവിലെ എഴുന്നേൽക്കാനായാലും റെഡിയാവാനായാലും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നു. ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോസിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം എല്ലാം കൂടി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സ് ആട്ടോ. ഞങ്ങൾ സ്നാക്സ് വെളിയിൽ നിന്നൊന്നും അധികം മേടിച്ചില്ല. എല്ലാം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ചെയ്തത്. അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. രാവിലെ മറയൂർ എനിക്ക് തോന്നുന്നു ഏകദേശം 7-7:15 ആയി. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. രാവിലെ അടിപൊളി ക്ലൈമറ്റാണ്. പക്ഷേ ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ മോനെ ചൂട് കാരണം നമുക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ അത് ഈ സീസണിൻ്റെ കുഴപ്പമാണ് കേട്ടോ. ഈ സീസണിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഓക്കെയാണ്. സീസണിൻ്റെ മാത്രം ഇഷ്യൂ ആണത്. അവിടെ എന്തോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഒന്ന് നോക്കാം. എനിക്കത് എന്തോ ക്രിസ്ത്യൻ പാട്ടാണ് കേട്ടോ. ഓശാന എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഫ്രൈഡേ മറ്റേ ഇത് വരെയല്ലേ, ഏതാണ് പെസഹ വ്യാഴവും ദുഃഖവെള്ളി അല്ലേ ആണെന്ന് തോന്നട്ടെ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പം അതിൻ്റെ പാട്ടാണെന്ന് തോന്നുന്നത് അവിടെ കേൾക്കുന്നത്. ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് വാങ്ങിച്ചൊരു സാധനമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറയൂർ എന്ന് വെച്ചത് മറയൂർ ശർക്കര വാങ്ങിച്ച്. പിന്നെ വീഡിയോയിൽ മുമ്പത്തെ ഇതിൽ പറഞ്ഞ കണക്ക് സ്ട്രോബെറീൻ്റെ ഇതിലൊക്കെ പോയിട്ടുണ്ടത്. പക്ഷെ അതൊന്നും നമുക്ക് ചെറിയൊരു പാടമാണ്. ഭയങ്കരമായിട്ട് വാങ്ങാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത് കഴിക്കാനോ ഉള്ള സംഭവമില്ല. ഫുള്ള് കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയില്ലായിരുന്നു. സാധാരണ പലയിടത്തും കണ്ടിട്ടുള്ളത് സ്ട്രോബെറി പാടത്തിൽ അല്ലെങ്കിൽ മുന്തിരി പാടത്തിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കഴിക്കാമെന്നുള്ളൊരു സംഭവമുണ്ട്. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടോ വലിയൊരു മൗണ്ടെയിൻ. ഞാൻ തിരിച്ചു വരുമ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് നടക്കാൻ പോയില്ലേ, വരാൻ വാമ ജസ്റ്റ് നടന്നിട്ട് വരാം. നമ്മൾ വന്നപ്പോൾ കറക്റ്റ് ആ പാട്ടിൽ നിന്ന് നമ്മൾ വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴേ എല്ലാവരും നോക്കുന്നുണ്ട്. ഇവിടെ എന്തോ
വലിയ പെസഹ വ്യാഴത്തിൻ്റെയൊക്കെ സംഭവമാണെന്ന് തോന്നുന്നു. ദുഃഖവെള്ളിയല്ലേ. ഇവിടെ ഈ ബോർഡുകളെന്ന് പറയുമ്പം മോസ്റ്റ്ലി മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ആയിരിക്കും. കുറച്ച് ബോർഡുകൾ മാത്രം. അവിടെ ഒരു ബോർഡ് കണ്ടോ, അത് തമിഴിലാണ്. ചില ബോർഡുകൾ മാത്രം തമിഴിലായിരിക്കും, പക്ഷെ അതിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ ഒന്നില്ലല്ലോ മിക്സ് ചെയ്തിരിക്കും ചിലത് മാത്രം. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. എനിക്കൊന്ന് അതിൻ്റെ ഒരു സംഭവമായിരിക്കും. എൻ്റെ ഇവിടെ ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. ആ ബാക്കിൽ കാണുന്ന ആ ജീപ്പിൽ ആ സംഭവത്തിലാണ് അവർ ഒന്ന് പാട്ട് എന്തോ സംഭവമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടാവും. അങ്ങോട്ട് കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. രാവിലെ ക്ലൈമറ്റ് അടിപൊളി, അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. വല്ല ജലദോഷമോ തുമ്മലോ ഒക്കെ ആൾക്കാർ വരികയാണെങ്കിൽ പെട്ട്. ഒരു ഹായോട് കുറച്ച് കഴിയുമ്പോൾ ആ തണുപ്പ് അങ്ങ് പോയിട്ടൊരു ചൂട് കയറും മക്കളെ. നല്ല ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ. അടിപൊളി ഏരിയ. ഹിൽസ് ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. അടിപൊളി ഹിൽസൊക്കെ നല്ല ഭംഗിയാണ്. ഒരിക്കലൊന്നും കണ്ടിന്യൂസ്ഡ് ആയിട്ട് ഹിൽസ് ഒരുപാടുണ്ട് ഇവിടെ, ഒരുപാടുണ്ട്. ഇന്നലെ നമ്മൾ ഈ സമയത്തായിരുന്നു ട്രക്കിംഗ് പോവേണ്ടത്, നിൽക്കണം. കടകളെല്ലാം ക്ലോസ്ഡ് ആണ്, ഒന്നും പോലും തുറന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ 7-7:15 ആയിട്ടുള്ളൂ. കടകൾ തുറക്കാനുള്ള ഒരു ടൈം ആയിട്ടില്ല. ആ ചേട്ടൻ പൊളിയായിട്ട് വണ്ടി ഓട്ടിച്ച്. ചേച്ചി ഈ സംഭവം എന്താ ഒറിജിനൽ വെളുത്തുള്ളിയാണ്? എന്തോ സംഭവം അത് റേറ്റ് കുറവാണോ? അതെന്താ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ശർക്കര ഇവിടെ ഫ്രഷ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ വെളുത്തുള്ളി പുഴുതെടുത്തോണ്ട് വന്നു. വെളുത്തുള്ളിയൊക്കെ താണ്ട് ഇങ്ങനെ വേരോടുകൂടി ഒരു ചേട്ടൻ എടുത്ത് വെക്കണുണ്ടോ? അതുകൊണ്ട് വേരോടുകൂടി ഒരു പാക്കറ്റിൽ നിന്ന് എടുത്ത് വെക്കുകയാണ്. ആ അതേണ്ട് നമ്മളെ ഡ്രൈവർ ചേട്ടനും കാര്യങ്ങളൊക്കെ. വണക്കം ചേട്ടാ, ഞങ്ങളൊക്കെ 7 മണിയായപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിടെ എന്തോ ക്രിസ്ത്യൻ്റെ ഇതൊക്കെ കേൾക്കും. എടുത്ത് വണ്ടിക്കകത്ത് വെച്ചു. നമ്മളിവിടെയൊക്കെ ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി, പിന്നെ ടൈം കിട്ടിയില്ലെങ്കിൽ. കുറേ പേര് ഇറങ്ങി, ഇനി ഒരു ഫാമിലിയുടെ ഉള്ളൂ. ഇതോ അവിടെ ചായ പിടിച്ചോണ്ടിരിക്കും. യാ മോനെ എന്തു ഭംഗി. ഈ ടൈമിലൊക്കെ വേണം നമ്മൾ പോവാൻ. ഇന്നലെ നമ്മൾ ട്രക്കിംഗ് പോയിരുന്ന സമയത്ത് ഒരു റോക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ട്രക്കിംഗ് പോയ അനുഭവം എന്ന് പറഞ്ഞാണ് ആ റോക്കിൽ നമ്മൾ കയറിയത്. നമ്മളൊക്കെ അയ്യോ അമ്മേ നിർത്തണേ എന്നുള്ള വിളിയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വലിയ റോക്ക് ഇല്ലേ, അതിൽ എങ്ങനെ വണ്ടി ഓടിച്ചെന്ന് വെച്ചാൽ കുത്തനെയൊക്കെ ചരിഞ്ഞു മറിഞ്ഞു കയറ്റമൊക്കെ ആലോചിക്കാൻ പോലെ വയ്യ. ഈ മറയൂരൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ജീപ്പ് ട്രക്കിംഗ് എടുക്കണം. ജീപ്പ് ട്രക്കിംഗ് അത് നോക്കി എടുക്കണം അല്ലേടാ, ഡ്രൈവർ നോക്കി എടുക്കണം ജീപ്പ് ട്രക്കിംഗ് എടുക്കാൻ. എന്നുവെച്ചാൽ ചില ആൾക്കാരൊക്കെ അത്രയും നല്ല ഇതായിട്ടൊന്നും കൊണ്ടുപോകണമെന്നില്ല. പുള്ളി നല്ല ഇതായിട്ടൊക്കെ കൊണ്ടുപോയിട്ട് വന്നേ. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ ഇത്ര നല്ലൊരു ട്രക്കിംഗ് ഈ അടുത്ത സീസണൊന്നും എൻജോയ് ചെയ്തിട്ട്. അവര് കമ്പനിയായി ഗൈസ്, അവര് നല്ല കമ്പനിയായി രണ്ടുപേരും. ജ്യൂസാ ചേട്ടാ? ഈ ചോക്ലേറ്റ് ഒക്കെ ഹോം മെയ്ഡ് ആണോ? എവിടെ ചേട്ടൻ്റെ വീട്ടിലുണ്ടാക്കിയതാണോ അല്ലാണ്ട് വീട്ടിലുണ്ടാക്കി കൊണ്ടുവന്ന്? വൈഫ് ഉണ്ടാക്കിയതാണോ? ആ
ഓ വീട്ടിലുണ്ടാക്കി ചേട്ടൻ്റെ വൈഫ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനങ്ങളാണല്ലേ? ചോക്ലേറ്റ് ഒക്കെ നല്ല ഫേമസ് ആണ്. ചേട്ടൻ്റെ വൈഫ് ഉണ്ടാക്കിയ ചോക്ലേറ്റ് ആണെന്ന് അതൊക്കെ. അവർക്ക് ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലേ? ഒരുപാട് ടൈപ്സ് ഉണ്ട്. നാണ്ടേ സീബ്ര ലൈൻ കണക്കുള്ളത്, അല്ലാണ്ട് ക്രിസ് ക്രോസ് ടൈപ്പ്, ബോള്, പിന്നെ ഗൾഫ് എന്ന് പറഞ്ഞ ടൈപ്പ് ആണ്ട് ഒരു മുത്ത് കണക്കത്തത്, ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നത് മുത്ത് കണക്കത്തത്, കുറേ ടൈപ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഈ ചേട്ടൻ്റെ കടയിലാണ് നമ്മൾ ഈ വെളുത്തുള്ളി നോക്കി വന്ന. ഇത് വെളുത്തുള്ളി കിലോ എത്രയെന്നായിട്ടാ പറഞ്ഞു? കാന്തള്ളൂർ വെളുത്തുള്ളി എന്നാണ് പേര്. നമ്മൾ താമസിച്ച കാൽവിൻ റിസോർട്ടിൻ്റെ സൈഡിൽ കുറേ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു കേട്ടോ. അത് അവിടെ ഫുള്ള് പയ്യന്മാർ നിൽക്കുന്ന കാരണം എനിക്ക് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഈ കുരങ്ങന്മാരെ അറ്റാക്ക് ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. കണ്ടോ, ആ ബിൽഡിങ്ങിലും പിന്നീട് ആ മരത്തിലൊക്കെ കയറി കിടന്ന് ചാടി പിടിച്ചിട്ട് എന്തൊക്കെ കാണിക്കാൻ പറ്റും അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മറ്റേ ഈസ്റ്റർ പ്രമാണിച്ച് അതിൻ്റെ ദുഃഖവെള്ളി, അതിൻ്റെ ഇത് പ്രമാണിച്ചിട്ട് കുറച്ച് പരിപാടികളൊക്കെ റോഡിൽ നടക്കുന്നുണ്ടെന്ന്. അതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിച്ച റിസോർട്ടാണ് ആ കാണുന്ന റെഡ് ആൻഡ് വൈറ്റ് ബിൽഡിങ്. അത് തന്നെ കാൽവിൻ റിസോർട്ട്. റൂം എന്നൊക്കെ എഴുതിയിരിക്കുന്നില്ലേ, അതിൻ്റെ അവിടെ കാൽവിൻ റിസോർട്ട്. തൊട്ടപ്പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി റിസോർട്ടായിരുന്നു മൊത്തത്തിൽ. ഞാൻ അവിടെ വണ്ടി അങ്ങ് പാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ കരുതി ബാഗ് അതിൻ്റെ ബാക്കിൽ എടുത്ത് വെക്കാമെന്ന്. ഫ്രണ്ടിൽ വെച്ചിരുന്നു വലിയ ലഗേജ്, അതെടുത്ത് ബാക്കിൽ വെക്കുകയാണ്. കുരുത്തോലയും കൊണ്ടൊക്കെ ആൾക്കാർ നടക്കുന്നു. അപ്പുകുട്ടിയൊക്കെ ദേ അവിടെ നിൽക്കുന്നുണ്ട്. ഞാനങ്ങ് ക്രോസ് ചെയ്തിട്ട് പോട്ടെ മക്കളെ. ഇനി ഇവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോകണമെന്ന് തോന്നണം. നമ്മളങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ടാ ഫുഡ് കഴിക്കാനല്ലേ പോകുള്ളത്. അവർ പോട്ടെ. അയ്യോ കുരങ്ങിനെ മാറ്റി. എന്തോ ഒരു അമ്മ കുരങ്ങുണ്ട്, ഒരു കുട്ടി കുരങ്ങനെ ഇത്രയും നേരം നല്ല ഇപ്പോഴും ക്ലോസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് അങ്ങോട്ട് തിരിഞ്ഞു കണ്ടു. ഇഷ്ടംപോലെ കുരങ്ങ് കേട്ടാ. ഇവിടെ കുരങ്ങിൻ്റെ കേന്ദ്രം. ഹൈ റേഞ്ച് അല്ലേ? ദേണ്ട വേറൊന്ന് ഫോണെങ്ങാനത്തോട് കൊണ്ട് ആ കുട്ടിയെ കൊണ്ട് പോകുന്നത്. ഫോണെങ്ങാനും തട്ടിപ്പെറിക്കുമോ എന്തോ. വേണ്ട അങ്ങനെ കുറേ നേരം നിന്നിട്ട് ആ ഫുഡ് കഴിക്കാൻ പോകുന്നു. ക്ലൈമറ്റ് അടിപൊളി. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, മൂന്നാറിൽ സൂപ്പറായിരിക്കും ക്ലൈമറ്റ് എന്ന്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മൂന്നാറിൽ ആ ഭാഗത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഈ ഭാഗത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ അവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം. അപ്പോൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാറിൽ ക്ലൈമറ്റ് സെറ്റാണെന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ മറയൂർ കുറച്ചെടുത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചൂടാണെന്ന്. ആൾക്കാരൊക്കെ വന്നിറങ്ങുന്നുണ്ട്. ഞാൻ പറയാം. ഓക്കെ അത് ഞാൻ പരിഗണിക്കാം. ഓക്കെ. നമ്മൾ മറയൂരിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. നേരെ മൂന്നാറിലേക്കാണ് വിട്ടത്. പോണ വഴിക്ക് എന്തോരം ഭംഗിയുള്ള കാഴ്ചകളല്ലേ. എനിക്കെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ. അതുപോലൊരു സ്ഥലത്ത് വീട് വെക്കണമെന്നായിരുന്നു പണ്ടത്തേക്ക് എൻ്റെ ആഗ്രഹം. കുഞ്ഞിലെ എന്താണ് ഒരു മലേൻ്റെ ഒരു സൈഡിൽ വീട് വെക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ വയനാടുണ്ടായ സംഭവത്തിന് ശേഷം ആ ആഗ്രഹം ചെറുതായിട്ടൊന്ന് ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും യാത്ര ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മൾ ഫുള്ള് തേയിലത്തോട്ടം, ഇതൊക്കെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ്. അയ്യോ, അതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കൂടി തിരിച്ചത് കൊണ്ട് എന്താ പറയുക, ഒരു ക്ലൈമറ്റും കാര്യങ്ങളും
ഒക്കെ കൊണ്ടൊരു പോസിറ്റീവായിരുന്നു. വെയിലില്ല, ചൂടില്ല, അങ്ങനെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് മൂന്നാർ ക്രോസ് ചെയ്ത് തന്നെയാണ് മറയൂരിലേക്ക് വന്നത്. പക്ഷേ നൈറ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ ഇട്ടിട്ടുണ്ട്, ഏർലി മോർണിംഗ് ഒരു 5 മണിക്കൊക്കെ നമ്മൾ ആ ഒരു വഴി യാത്ര ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ രീതിക്കൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 7:30 8 മണിയൊക്കെ ആ ഒരു ടൈമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇതേ ഇവിടെ ഒരു തേയിലത്തോട്ടത്തിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ ചാടി പിടിച്ചൊക്കെ കയറി പോകണം കേട്ടോ. ഇച്ചിരി ഉയരത്തിലായിരുന്നു. ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ നേരെ എവിടെയാണ് പോയത്, നേരെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ മൂന്നാറിലെ ഒരു എവിടെയായിരുന്നു പോയത്, ഡാമോ അങ്ങനെ എന്തോ കാണാം, അത് ഫോട്ടോ പോയിൻറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് പോയത്. ഇത് സംഭവം ഒരു പർപ്പിൾ കളർ ഒരു പൂവായിരുന്നു കേട്ടോ. എനിക്കിതിൻ്റെ പേരുണ്ടോ, കണ്ടോ മരത്തിൽ നിൽക്കുന്നുണ്ടോ, എന്ത് ഭംഗി നോക്കിയാൽ നമുക്ക് ഫോട്ടോയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ കാണുമ്പോൾ ഇത്ര ഭംഗി തോന്നിക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ട് കാണുമ്പോഴുള്ള അതിൻ്റെ ഒരു ഭംഗി, ആ മരം നിറച്ച് പൂക്കളാണ് കണ്ടോ, ആ വയലറ്റ് കളർ എന്ന് വെച്ചാൽ അതിൽ ആ ഒരു ഗ്രീൻ ഇലേൻ്റെ ആ ഒരു കളറ് കുറവാണ്, ഫുള്ള് ഈ കളർ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് പോയ സ്ഥലം. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മറ്റേ കുതിര സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുറേ കടകളും അതൊക്കെ. പിന്നെ അപ്പൂന് വന്നിട്ട് ഇവിടെ നിന്ന് മറ്റേ ഒരു കൊമ്പ് കണക്കത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 തുമ്പിലും പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കൊമ്പ് കണക്ക് പൊങ്ങും. ആ ഒരു സംഭവമൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ലാഭത്തിന് കിട്ടി കേട്ടോ. ആദ്യം 300 പറഞ്ഞു, പിന്നെ കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് വന്ന് ചോദിച്ചപ്പോൾ 250 പറഞ്ഞു, കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് വന്ന് ചോദിച്ചപ്പോൾ 220 പറഞ്ഞു. ഫുള്ളിങ്ങനെ ലൈറ്റൊക്കെ കത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡാമിലേക്കാണ് വന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയുന്നത്, കൂട്ടമായിരുന്നു, നല്ല കൂട്ടമായിരുന്നു ആൾക്കാരുടെ. ട്രാഫിക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു. കാര്യം ആ ഒരു ടൈമിലായപ്പോൾ തന്നെ വലിയ വലിയ വണ്ടികളും ചെറിയ വണ്ടികളും കണ്ടോ ഫുള്ളിങ്ങനെ ബ്ലോക്കായാണ് കിടന്നത്. അപ്പം നമ്മളവിടെ ഇറക്കിയിട്ട് നമ്മൾ കുറച്ചിങ്ങനെ മുന്നേ ഇറക്കിയിട്ട് നമ്മൾ നടന്നു വരിക ചെയ്തത്. എന്നിട്ട് വണ്ടി ഒരുപാട് മുന്നിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെയും കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. തേയിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ വാങ്ങാമായിരുന്നു. പിന്നീടെന്ന് പറയുന്നത് ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ചെളിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂന്നാറിൽ ആ ഒരു ഭാഗത്തൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു തലേദിവസം. അപ്പോൾ അതിൻ്റെതാണെന്ന് തോന്നുന്നു, ഫുള്ള് ചെളിയൊക്കെ ആയിട്ട്. ക്ലൈമറ്റും അടിപൊളിയായിരുന്നു. പിന്നീട് നമ്മളെല്ലാവരും ഇങ്ങനെ നിരനിരാന്ന് പോവാണ് കേട്ടോ. കാര്യം നമുക്ക് പോകണം. ഇതിപ്പോൾ തന്നെ ഇവിടെ വന്നിട്ട് ഇനിയും കുറേ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എല്ലായിടവും കണ്ടിറങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അവിടെയാണ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ഭംഗി കണ്ടോ. വെയിലും ഇല്ല, അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തോ ജെറ്റ് എസ്കേപ്പ് പോയിൻ്റോ അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയിട്ടായിരുന്നു അതിൻ്റെ ആ ടിക്കറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെ എടുക്കാനുള്ളത്. ഞങ്ങൾ ബോട്ടിംഗ് ഒന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ. കാര്യം നമുക്ക് പെട്ടെന്ന് എല്ലായിടവും കവർ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫാൻസിയും പിന്നെ അത്യാവശ്യം കുറച്ചുകൂടി മുന്നോട്ടൊക്കെ നടന്നു പോയി കണ്ടിട്ട് നമ്മൾ തിരിച്ച് അടുത്ത ഡാമിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഈ ഒരു കടയിൽ ഈ നെക്കിൽ വെക്കുന്ന ഈ സംഭവമില്ലേ, നമുക്ക് ട്രാവലിംഗ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആകും. ഞാൻ കുറേ നാൾ ലുലുവിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇതൊന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1000 സംതിങ് എന്താണ്ടാ പറഞ്ഞത്. പക്ഷേ ഇവിടെ അത്യാവശ്യം വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മേടിച്ചായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ പോണ വഴിക്ക് വേറൊരു ഡാമിലോട്ടാണ് പോകുന്നത്. അപ്പം അവിടെ പോയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. കാര്യം അവിടെ വെച്ചാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ചാർജർ മിസ്സായെന്ന് അറിഞ്ഞു. അപ്പോൾ എൻ്റെ ഒറിജിനൽ ചാർജറായിരുന്നു, ഓപ്പോയുടെ ഒറിജിനൽ കമ്പനി ചാർജറായിരുന്നു. അപ്പോൾ ഞാൻ ചാർജർ മിസ്സായത് കാരണം പിന്നെ ഫുള്ളായി ടെൻഷനിലായതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോസും മുമ്പോട്ടുള്ള എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ എനിക്ക് പിന്നീടുള്ള ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് സ്ഥലത്ത് പോയി, ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു, ഫുള്ള് ടെൻഷനിലായിപ്പോയി. അങ്ങനെ പിന്നീട് ഇതിപ്പോൾ ഏകദേശം ഏർലി മോർണിംഗ് ആയി കേട്ടോ. തിങ്കളാഴ്ച രാവിലെ ഒരു 4:30 മണിക്കുള്ള വീഡിയോ ആണ് കേട്ടോ. ഏകദേശം 4:30 മണിയായി. ആ ഒരു ടൈമിൽ ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ റീച്ചായപ്പോൾ തന്നെ ഏകദേശം ഒരു 5:30 മണിയൊക്കെ ആയി.